സൗഹൃദ സമഭാവനയുടെ നിശലുകൾ തഴുകും നിളയുടെ ചിരിയാ. കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന LP സ്കൂളുകളിലെ അധ്യാപകരാകാൻ തയ്യാറായിട്ടുള്ള 24-ാം തീയതി നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTAയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ ക്ലാസ് നടത്തുന്നത്. ഈ കോവിഡ് കാലത്ത് നേരിട്ട് ക്ലാസ്സുകൾ തരാൻ കഴിയാത്തത് കൊണ്ടാണ് ഓൺലൈൻ മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. ഇതിനു മുമ്പ് നൽകിയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള സ്വീകാര്യതയാണ് ആ ക്ലാസ്സുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഗണിത വിഷയത്തെക്കുറിച്ചാണ്. ക്ലാസ് എടുക്കുന്നത് ശ്രീ ഗിരീഷ് മാഷാണ്. പൂക്കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ അദ്ദേഹം കണക്കിലെ കാര്യങ്ങളിൽ വളരെ വിദഗ്ധനായ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ ഇന്ന് ക്ലാസ് എടുക്കാൻ കിട്ടിയത് നമ്മുടെ ഭാഗ്യമായി നമുക്ക് കരുതാം. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ലഭ്യമാകുന്നത് KSTയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജായ അധ്യാപക ലോകത്തിലൂടെയാണ്. നിങ്ങളെല്ലാവരും ആ പേജ് ലൈക്ക് ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. 21-ാം തീയതി നടത്തുന്ന മാതൃകാ പരീക്ഷയിലും നിങ്ങളെല്ലാവരും പങ്കെടുത്ത് നിങ്ങളുടെ അവസാനവട്ട ഒരുക്കത്തിന് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നടക്കാൻ പോകുന്ന LP സ്കൂൾ ടീച്ചറുടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യമേ ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങളാണ്. ഗണിതശാസ്ത്രം ഏതൊരു മത്സര പരീക്ഷ എടുത്തു കഴിഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായിരിക്കും. അതുപോലെ തന്നെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നത് എപ്പോഴും ഗണിതശാസ്ത്രത്തിലുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കും. കഴിഞ്ഞ UP സ്കൂൾ ടീച്ചർ പരീക്ഷ നോക്കിയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതിൽ ചോദിച്ചിരിക്കുന്ന കൂടുതൽ ഭാഗങ്ങളും 8, 9, 10 ക്ലാസ്സുകളിലെ പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് 5, 6, 7 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് 5-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. 5-ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠത്തിന്റെ പേര് സംഖ്യാലോകം എന്നായിരുന്നു. സംഖ്യാലോകം എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കുന്നത് സംഖ്യകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മുമ്പ് പഠിച്ചിട്ടുള്ളത് സംഖ്യകൾ എഴുതുന്ന സമയത്ത് അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ സംഖ്യകൾ എഴുതി തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സംഖ്യ എഴുതി നോക്കാം. 4587. ഈ സംഖ്യ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് 4 എന്ന് പറയുന്നത് അക്കമാണ്, 5 ഒരു അക്കമാണ്, 8 ഒരു അക്കമാണ്, 7 വേറൊരു അക്കമാണ്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഒന്ന്, ഈ സംഖ്യകളിലെ അക്കങ്ങളെല്ലാം കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കുക. 4, 5, 8, 7. 4, 5, 9, 8, 17, 7, 24.
ഈ 24-നെ നമ്മൾ അക്കങ്ങളുടെ തുക എന്നാണ് പറയുന്നത്. അക്കങ്ങളുടെ തുക ഇത് 24ആണ്. 4ഉം 5ഉം 8ഉം 7ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 24. ഇത് അക്കങ്ങളുടെ തുകയാണ്. ഇനി ഇതിൽ തന്നെ അക്കത്തുക എന്ന് പറയുന്ന മറ്റൊരു പദം കൂടിയുണ്ട്. അക്കത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂട്ടിക്കിട്ടുന്ന സംഖ്യയെ നമ്മൾ വീണ്ടും കൂട്ടണം. വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ആദ്യം കൂട്ടുന്ന സമയത്ത് നമുക്ക് 24, 24-നെ നമ്മൾ വീണ്ടും കൂട്ടുന്നു. 24-നെ വീണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അതായത് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 24-ഉം അക്കത്തുക എന്ന് പറയുന്നത് 6-ഉമാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ 5ാം ക്ലാസ്സിലുള്ള ഈ പാഠപുസ്തകത്തിൽ നോക്കുന്ന സമയത്ത് അതിന്റെ സൈഡിലൊക്കെ ചെറിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ബോക്സിനകത്തൊക്കെ കൊടുത്തിരിക്കും. അപ്പൊ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഭാഗത്ത് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 കഴിഞ്ഞ് 100 പൂജ്യങ്ങൾ വരുന്ന സംഖ്യയുടെ പേരെന്താണ്? അപ്പൊ അതിനകത്ത് തന്നെ ആൻസർ കൊടുത്തിരിക്കുന്നത് 1 കഴിഞ്ഞ് 100 പൂജ്യങ്ങൾ വരുന്ന സംഖ്യയ്ക്ക് ഗൂഗിൾ എന്ന പേര് പറയുമെന്നുള്ളത് ആ പാഠത്തിനകത്ത് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആശയങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങണം. അതിൽ തന്നെ പിന്നീട് വരുന്നത് എന്താണ് മില്യൺ? മില്യൺ എന്ന് പറഞ്ഞാൽ, ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ അത് 10 ലക്ഷമാണ്. ഒരു മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം. ഇത് തന്നെ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ അത് 100 കോടിയാണ്. ഇനി ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ട്രില്യൺ. ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വഴിയുണ്ട്. അതായത് 10⁻6 ആണ് ഒരു മില്യൺ. 10⁻9 ആണ് ഒരു ബില്യൺ. 10⁻12 ആണ് ഒരു ട്രില്യൺ. അപ്പോ ഈ 100 കോടിയുടെ കൂടെ 10⁻12 എന്ന് പറയുമ്പോൾ 9 കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നോക്കുക, വരുന്നത് 6, അത് കഴിഞ്ഞ് 3 കൂടുമ്പോഴാണ് 9 വരുന്നത്. അതായത് 3 പൂജ്യങ്ങൾ കൂടി കൂടുതൽ വരും. 9 കഴിഞ്ഞാൽ പിന്നെ 12, അതായത് 9ന്റെ കൂടെ വീണ്ടും 3 പൂജ്യങ്ങൾ കൂടി ചേരുമെന്നാവും. അപ്പോഴാണ് 12 വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 100ന്റെ കൂടെ ഇനി വീണ്ടും 3 പൂജ്യങ്ങൾ കൂടി ചേരണം. 100ന്റെ കൂടെ 3 പൂജ്യങ്ങൾ ചേർന്നാൽ 100 കഴിഞ്ഞാൽ ഒരു പൂജ്യം ചേരുമ്പോൾ 1000 ആയി. വീണ്ടും ഒരു പൂജ്യം കൂടി ചേരുന്ന സമയത്ത് 10,000 ആവും. ഒരു പൂജ്യം കൂടി ചേരുന്ന സമയത്ത് 1 ലക്ഷമാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി ആണ് ഇവിടെ വരുന്നത്. 1 ലക്ഷം കോടി ആണ് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നേരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്, കുറച്ച് അക്കങ്ങൾ തന്നു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കൊരു 2 അക്ക സംഖ്യ എടുത്ത് നോക്കാം. 2 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 2 അക്കങ്ങൾ എടുത്തു. 2 അക്കങ്ങൾ എന്ന് പറയുന്നത് 2, 3. ഈ 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? അതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് അറിയാം, 2, 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 23 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടാക്കാം. അതേപോലെ ഇത് നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 3, 2 എന്ന് പറയുന്നത് എഴുതി കഴിഞ്ഞാൽ മറ്റൊരു സംഖ്യ 32 എന്ന് പറഞ്ഞ ഒരു സംഖ്യ ഉണ്ടാക്കാം. ഈ 2 സംഖ്യകൾ മാത്രമേ ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 സംഖ്യകളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ അടുത്ത് നോക്കാം. വേറെ കുറച്ച് അക്കങ്ങൾ എടുക്കുന്നു. 4, 5, 6 3 അക്കങ്ങൾ എടുത്തു. ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? എഴുതി നോക്കാം. 4, 5, 6 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു സംഖ്യ ആയല്ലോ. അടുത്ത നമുക്ക് 4, 6, 5 എന്ന് എഴുതി. ഇപ്പൊ 2 സംഖ്യയായി. അതായത് 4ൽ തുടങ്ങുന്ന 2 സംഖ്യകൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് 5ൽ തുടങ്ങുന്ന 2 സംഖ്യ എഴുതി നോക്കാം. അപ്പൊ എഴുതുമ്പോ 5, 4, 6, 5, 6, 4. 5ൽ തുടങ്ങുന്ന 2 സംഖ്യകൾ എഴുതി. ഇനി നമുക്ക് 6ൽ തുടങ്ങുന്ന സംഖ്യകൾ എഴുതി നോക്കാം. 6, 4, 5,
6, 5, 4 ഇത്രയും സംഖ്യകളായിരിക്കും ഇവിടെ എഴുതാൻ പറ്റുന്നുണ്ടാവുക. 4ൽ തുടങ്ങുന്ന എഴുതി നോക്കി, 5ൽ തുടങ്ങുന്ന എഴുതി നോക്കി, 6ൽ തുടങ്ങുന്ന എഴുതി നോക്കി. പക്ഷെ ഇങ്ങനെ നമുക്ക് എഴുതുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 10 അക്കങ്ങൾ തന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു 4 or 5 അക്കങ്ങൾ തന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ എഴുതി നോക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അങ്ങനെ വരുമ്പോ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണ്? അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ 2 അക്കങ്ങൾ ഉപയോഗിച്ചപ്പോ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള അക്കങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരുന്നു. എങ്ങനെയാണ് ഈ 2 കിട്ടിയത്? 1 × 2. 2 അക്കങ്ങൾ ചെയ്തപ്പോ 1 × 2. 1 × 2 എത്രയാ? 2. ഇനി നമ്മൾ 3 അക്കങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയെന്നുള്ളതിന്റെ വഴി എന്ന് പറയുന്നത് ഇവിടെ 6 സംഖ്യകളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ 6 എങ്ങനെ കിട്ടി? 1 × 2 × 3 എല്ലാം കൂടി ഗുണിച്ചാൽ എത്ര കിട്ടുന്നു? 6 എന്ന് കിട്ടുന്നു. അപ്പൊ 3 അക്കങ്ങളാണെങ്കിൽ 6. അപ്പൊ ഈ 4 അക്കങ്ങളാണെങ്കിൽ എത്രയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. എത്രയായിരിക്കും? 4 അക്കങ്ങൾ ഉണ്ടെങ്കിൽ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? വളരെ എളുപ്പമാണ്. 1 × 2 × 3 × 4 എത്ര കിട്ടും? 2 × 3 6 × 4 24 സംഖ്യകൾ ഉണ്ടാക്കാം. 5 ആണെങ്കിലോ 1 × 2 × 3 × 4 × 5 എല്ലാം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു രീതിയായിരിക്കും കുറച്ച് അക്കങ്ങൾ തന്ന് അവ ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ എഴുതുന്ന സംഖ്യകളെ തന്നെ പല തരത്തിലുള്ള സംഖ്യകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഓരോ സംഖ്യയും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മളെ സംഖ്യകൾ എഴുതുന്ന സമയത്ത് നമുക്കറിയാം 1, 2, 3, 4, 5, 6 ഇങ്ങനെ എഴുതി പോവാലോ. അപ്പൊ ഇങ്ങനെ സംഖ്യകൾ എഴുതുമ്പോ ഈ സംഖ്യകളെ നമ്മൾ പല തരത്തിലുള്ള സംഖ്യകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അതായത് ഈ സംഖ്യകൾക്കൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. എന്താണ് ഈ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് ഓരോ സംഖ്യയും ഫോം ചെയ്യുന്നതിന് ഏതൊക്കെ സംഖ്യകൾ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ സംഖ്യകൾ നോക്കാം. 1 എന്ന് പറയുന്ന സംഖ്യ അത് ഫോം ചെയ്യണമെങ്കിൽ എന്തേ പറ്റുള്ളൂ? ആകെ 1 എന്ന് മാത്രം തന്നെ ഉള്ളൂ അല്ലെ? അതായത് 1 എന്ന് പറയുന്ന ഈ സംഖ്യയെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1 × 1. അതായത് 1 എന്ന് പറയുന്ന ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ച് മാത്രം നമുക്ക് എഴുതാം. ഇനി നമുക്ക് 2 എന്ന് പറയുന്ന സംഖ്യ ആണെങ്കിലോ അതിന് നമുക്ക് 1 × 2 എന്ന് എഴുതാൻ പറ്റും. അതായത് 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റും. 3 എഴുതുകയാണെങ്കിലോ 3 എന്ന് പറഞ്ഞാൽ 1 × 3 എന്ന് മാത്രം നമുക്ക് എഴുതാൻ കഴിയും. 4 എഴുതുമ്പോഴോ 4 നമുക്ക് 1 × 4 എന്ന് എഴുതാം. 2 × 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി 5 എന്ന് പറഞ്ഞ സംഖ്യ എഴുതുമ്പോഴോ 5 നമുക്ക് 1 × 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 6 ആണെങ്കിൽ 1 × 6 എന്ന് എഴുതാം. 2 × 3 എന്നും എഴുതാനായിട്ട് പറ്റും. ഇങ്ങനെ എഴുതുന്ന ഈ സംഖ്യകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന സംഖ്യ ഫോം ചെയ്യണമെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇവിടെ ഉപയോഗിച്ചത് 1 എന്ന് പറയുന്ന ഒരു അക്കം അല്ലെങ്കിൽ ഒരു സംഖ്യ മാത്രം. ഈ 2 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടാക്കിയപ്പോഴോ 1ഉം 2ഉം നമ്മൾ ഉപയോഗിച്ചു. 3 നോക്കിയപ്പോഴോ 1ഉം 3ഉം ഉപയോഗിച്ചിരിക്കുന്നു. 4 1 ഉപയോഗിച്ചിട്ടുണ്ട്, 2 ഉപയോഗിച്ചിട്ടുണ്ട്, 4 ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി 5 എഴുതുമ്പോഴോ 1ഉം 5ഉം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 6 എന്ന് പറയുന്ന സംഖ്യ എഴുതിയപ്പോ 1 ഉപയോഗിച്ചിട്ടുണ്ട്, 2 ഉപയോഗിച്ചിട്ടുണ്ട്, 3 ഉപയോഗിച്ചു. അതുപോലെ തന്നെ 6 എന്ന് പറയുന്ന സംഖ്യയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച ഈ സംഖ്യകളെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന സംഖ്യക്ക് ഘടകമായിട്ട് 1 മാത്രമേ ഉള്ളൂ. 2 എന്ന് പറയുന്ന സംഖ്യക്കോ 2 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാ? 1ഉം 2ഉം. 3നോ 1ഉം 3ഉം ഘടകങ്ങളുണ്ട്. 4 പറയുമ്പോ 1ഉം 2ഉം 4ഉം അതിന്റെ ഘടകങ്ങളാണ്. 5 എടുത്തു കഴിഞ്ഞാൽ അതിന് 1ഉം 5ഉം മാത്രമേ ഘടകങ്ങളുള്ളൂ. 6 ആണെങ്കിൽ 1 ഉണ്ട്, 2, 3, 6 അതായത് 4 ഘടകങ്ങൾ.
ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഘടകങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംഖ്യകളെ പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നിന് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. അതുപോലെ 2, 3, 5 ഈ സംഖ്യകൾക്ക് 2 വീതം ഘടകങ്ങളാണ് ഉള്ളത്. ഇങ്ങനെ 2 ഘടകങ്ങളുള്ള സംഖ്യകളെ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. 2 ഘടകങ്ങളുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങൾ ഉള്ളത്. അപ്പൊ ഈ 2 ഘടകങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തായിരിക്കും? 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഘടകം 1 ആയിരിക്കും, രണ്ടാമത്തെ ഘടകം അതേ സംഖ്യ തന്നെ ആയിരിക്കും. നോക്കുക, 2ന്റെ ഘടകങ്ങൾ 1 1 1 അതേ സംഖ്യ തന്നെ. ഏതാ? 2. 3 നോക്കിയാൽ 1 1 തന്നെയാണ്, അടുത്തത് അതേ സംഖ്യ 3. 5 നോക്കുമ്പോഴും അതുപോലെയാണ്. ഇങ്ങനെ 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിൽ അതിനെ നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് പറയും. ഇനി 2-ലധികം ഘടകങ്ങൾ ഉണ്ടെങ്കിലോ അതിനെ നമ്മൾ പറയുന്ന പേര് ഭാജ്യ സംഖ്യ എന്നാണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയതില് കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാ? 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, 6 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പൊ ഈ 1 എന്ന് പറയുന്ന സംഖ്യക്ക് ആകെ ഒരു ഘടകമേ ഉള്ളൂ, ഒരു ഘടകം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് 1 എന്ന് പറയുന്ന സംഖ്യ ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. സാധാരണ PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ എന്ത് എഴുതണം? 1 എന്നുള്ളത് എഴുതണം. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് കുറച്ച് സംഖ്യകൾ തന്നതിന് ശേഷം അത് അഭാജ്യ സംഖ്യയാണോ ഭാജ്യസംഖ്യയാണോ എന്നൊക്കെ നമ്മളോട് ചെക്ക് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു അഭാജ്യ സംഖ്യ 0, 2, 4, 5, 6, 8 എന്നീ അക്കങ്ങളിൽ അവസാനിക്കില്ല. ഒരു അഭാജ്യ സംഖ്യ ഒരിക്കലും 0, 2, 4, 5, 6, 8 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്നില്ല. അപ്പൊ ഇതല്ലാത്ത അക്കങ്ങളിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അപ്പൊ ഏതൊക്കെയായിരിക്കും ഇങ്ങനെ അല്ലാതെ അവസാനിക്കുന്ന? 1 എന്ന് പറയുന്ന സംഖ്യയിൽ ഒരു അഭാജ്യ സംഖ്യ അവസാനിക്കും. അതുപോലെ തന്നെ 3, പിന്നെയോ 3 കഴിഞ്ഞാൽ 7, 9 ഇത്രയും അക്കങ്ങളിൽ 1, 3, 7, 9 എന്നീ അക്കങ്ങളിൽ മാത്രമേ ഒരു അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പർ അവസാനിക്കുകയുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യ ഏത്? അപ്പൊ നേരത്തെ പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അഭാജ്യ സംഖ്യ ഒരിക്കലും 0, 2, 4, 5, 6, 8 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തു നിന്ന് ഒരു സംഖ്യയെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ ഏത് സംഖ്യയെ നമുക്ക് ഒഴിവാക്കാം? ഇവിടെ 24 എന്ന് പറയുന്ന സംഖ്യ ഒരിക്കലും എന്തല്ല, ഒരു അഭാജ്യ സംഖ്യ അല്ല. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത സംഖ്യ നോക്കുന്ന സമയത്ത് ഇവിടെ ബാക്കിയുള്ള 3 എന്താവാം? അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതില് നോക്കേണ്ടത് ഈ സംഖ്യകളെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം 63 എന്ന് പറയുന്ന സംഖ്യ നോക്കാം. 63നെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അപ്പൊ 63നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുന്ന സമയത്ത് ഈ 63 എന്ന് പറയുന്ന സംഖ്യ അതിനകത്ത് വരും. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് വരും. 63 എന്ന് പറയുന്ന സംഖ്യ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് 63 എന്തല്ല, ഒരു അഭാജ്യ സംഖ്യ അല്ല. ഇനി അടുത്ത 49 നോക്കാം. 49 എന്ന് പറയുന്ന സംഖ്യയോ അതും ഇതുപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് വരുന്നുണ്ട്. 7 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാൽ 49 ആണ്. അതുകൊണ്ട് ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നു. 37 എന്ന് പറയുന്ന സംഖ്യയോ 37 എന്ന് പറയുന്ന സംഖ്യ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്തും വരുന്നില്ല. ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് 37 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 37നെ ഒരു സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 37നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 37 കൊണ്ടും ആയിരിക്കും. അതുകൊണ്ട്
37 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഒരു അഭാജ്യ സംഖ്യ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 873763 സ്റ്റാർ 1 9ന്റെ ഗുണിതം ആയാൽ സ്റ്റാറിന്റെ സ്ഥാനത്തെ അക്കം ഏത്? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ സ്റ്റാറിന്റെ സ്ഥാനത്തെ അക്കം ഏത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അക്കത്തുക എന്ന് പറയുന്ന ആശയമാണ്. അക്കത്തുക. ഇവിടെ 9ന്റെ ഗുണിതമാണെങ്കിൽ അക്കത്തുക എപ്പോഴും 9 ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കത്തുക കണ്ടു നോക്കാം. 8 + 7 15, 18, 7, 25, 6, 31, 3, 34, 1, 35. ഇവിടെ വരുന്നത് 35 ആണ് ആദ്യം കിട്ടിയത്. അക്കത്തുകയാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും കൂട്ടണം അല്ലെ? 3ഉം 5ഉം കൂട്ടിയാൽ എത്ര? 8. അക്കത്തുക എത്രയാവണം എന്നാ പറഞ്ഞത്? അക്കത്തുക 9 ആവണം. 8 9 ആവണമെങ്കിൽ എത്രയാണ് കൂട്ടേണ്ടത്? 1 കൂട്ടണം. അപ്പൊ 8ന്റെ കൂടെ 1 കൂടി കൂട്ടിയാൽ 9 ആവും. അതുകൊണ്ട് സ്റ്റാർ എന്ന് പറയുന്ന സംഖ്യയുടെ സ്റ്റാർ എന്ന് പറയുന്ന സ്ഥാനത്തുള്ള അക്കം എന്ന് പറയുന്നത് 1 ആണ്. ഇതുപോലെ തന്നെ വേറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ 3ന്റെ ഗുണിതമായാൽ സ്റ്റാർ എന്ന് പറയുന്ന സ്ഥാനത്തെ അക്കം എന്താണ് എന്ന് ചോദിക്കും. അങ്ങനെ വരുമ്പോ 3ന്റെ ഗുണിതമാണെങ്കിൽ അക്കത്തുക എന്ന് പറയുന്നത് 3 ആയിരിക്കും. ചില സംഖ്യകളിൽ 4ന്റെ ചോദിക്കും. അപ്പൊ 4ന്റെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഒരു സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കങ്ങൾ. ഇപ്പൊ 936 എന്ന് പറയുന്ന ഒരു സംഖ്യ 4ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്നാൽ അത് 4ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. ഇവിടെ 36 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്. 36 4ന്റെ ഗുണിതമാവുമ്പോ ഈ സംഖ്യ 4ന്റെ ഗുണിതമാവും. അപ്പൊ ചിലപ്പോ ചോദ്യം ഇങ്ങനെ ചോദിക്കും, അതായത് 9 സ്റ്റാർ 6 എന്ന് പറയുന്ന സംഖ്യ 4ന്റെ ഗുണിതമായാൽ സ്റ്റാർ എത്ര എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഈ 4ന്റെ ഗുണിതമാവണമെങ്കിൽ ഇവിടെ 4ന്റെ ഗുണിതമാവണം. ഈ രണ്ടെണ്ണം ചേരുമ്പോൾ 4ന്റെ ഗുണിതമാവണം. അപ്പൊ എങ്ങനെയാണ് നോക്കുക? ഇവിടെ 0 ആയി കഴിഞ്ഞാൽ 4ന്റെ ഗുണിതമാവില്ല. 1 ആണെങ്കിലോ ഇത് 16 ആവും അല്ലെ? അപ്പൊ 916 1 ആകാം. അപ്പൊ അവിടെ ചോയ്സിൽ തന്നിരിക്കും ഏതൊക്കെയാണ് എന്ന് തന്നിരിക്കും. അപ്പൊ ചോയ്സിനകത്ത് 1 ഉണ്ടെങ്കിൽ നിങ്ങൾ 1 എഴുതുക. ഇനി ചിലപ്പോൾ ചോയ്സിനകത്ത് ഏതായിരിക്കും? വേറെ അക്കമായിരിക്കും. ചിലപ്പോൾ ഉണ്ടായിരിക്കും 3 ആയിരിക്കും. അപ്പൊ 3 ആണെങ്കിൽ 36 നോക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഓരോ സംഖ്യയും ഒരു സംഖ്യയുടെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുന്ന രീതി കൂടി ഓർത്തു വെക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ സംഖ്യകളെ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നറിയാം. അപ്പൊ നമ്മൾ ആദ്യം സംഖ്യകൾ എഴുതുന്നത് 1, 2, 3, 4, 5 എക്സെട്ര. ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ സംഖ്യകളെ നമ്മൾ വിളിക്കുന്നത് എണ്ണൽ സംഖ്യകൾ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയും. 1, 3, 5, 7 എക്സെട്ര എന്ന് പറയുന്ന സംഖ്യകളെ നമ്മൾ വിളിക്കുന്നത് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ തുക കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. അതായത് കുറച്ച് സംഖ്യകൾ തന്നു, 1 മുതലുള്ള കുറച്ച് സംഖ്യകൾ, അതായത് n എണ്ണൽ സംഖ്യകളുടെ തുക. n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് n × n+1/2. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സംഖ്യകളാണോ തന്നിരിക്കുന്നത് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് 100 × 100+1/2 ആ രീതിയിൽ എഴുതണം. അതായത് 100 × 100+1/2 ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? 100 × 101 അല്ലെ? 100 × 101/2. 100 × 101/2 എന്ന് പറയുമ്പോ
നമുക്കിവിടെ ഈ രണ്ടും 100 തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ 50 എന്ന് വരും. അപ്പൊ 50 × 101 എന്ന് മാത്രം ചെയ്താൽ മതി. 50 × 101 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇതിന്റെ ഉത്തരം വരുന്നത് 5050 എന്നാണ് വരിക. അപ്പൊ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് n ഇരട്ട സംഖ്യകളുടെ തുക എന്തായിരിക്കും? രണ്ടാമത് നമ്മൾ എഴുതിയത് n ഇരട്ട സംഖ്യകളുടെ തുകയാണ്. അപ്പൊ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് n × n+1 എന്ന് മാത്രം, /2 എന്നുണ്ടാവില്ല. ഇതാണ് n ഇരട്ട സംഖ്യകളുടെ തുക. ഇനി അടുത്തത് n ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിലോ അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n² ആണ്. തന്നിരിക്കുന്ന സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കുക. അതായത് ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? 100ന്റെ സ്ക്വയർ. 100ന്റെ സ്ക്വയർ 10,000 എന്ന് വരും. ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം പറയുന്നത് 1 + 2 + 3 + etc 100 എന്ന് പറയുന്നത് 5050 ആയാൽ 3 + 6 + 9 + etc 300 എത്ര? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം, ഇത് കഴിഞ്ഞ UP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ബന്ധമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ എഴുതിയിരിക്കുന്നത് 3 + 6 + 9 + etc +300 എന്നാണല്ലോ. ഇതിനകത്തുനിന്ന് എല്ലാത്തിലും നമ്മൾ 3 പുറത്തെടുത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 3ൽ നിന്ന് 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, അതായത് 3ൽ എത്ര 3 ഉണ്ട് എന്നുള്ളതാണ്. 3ൽ നിന്ന് 3 പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ 0 അല്ല ഉണ്ടാവുക. 3ൽ എത്ര 3 ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കുക. അങ്ങനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും ഹരിച്ചെഴുതുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3ലപ്പോ 1 3, 6ൽ 2 3, 9ൽ 3 3 പ്ലസ് എക്സെട്ര പ്ലസ് 300ൽ 100 3. അപ്പൊ 3 × 1 + 2 + 3 + എക്സെട്ര 100 എന്ന് കിട്ടി. 3 × ഇതിന്റെ ഉത്തരം നമുക്ക് തന്നിരിക്കുന്നു. 1 + 2 + 3 അതിന്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 5050 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് നേരെ ഗുണിച്ചാൽ മതി അല്ലെ. ഇപ്പൊ 3 × 0 0, 3 × 15 അതിനെ 5 എന്ന് എഴുതി. 3 × 0 എന്ന് പറഞ്ഞാൽ 0, 1 നമ്മൾ കൂട്ടി എഴുതി. 3 × 5 15. അപ്പൊ കിട്ടിയിരിക്കുന്നത് 15150 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. ഇനി ഇങ്ങനെ തന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാം. 1 + 2 + 3 + എക്സെട്ര എന്ന് പറയുന്നത് 5050 നമുക്ക് തന്നില്ല എന്ന് വരും. തന്നില്ലെങ്കിലോ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 1 + 2 + 3 എന്ന് പറയുന്നത് 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറയുന്നത് n × n+1/2. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും ഇതിങ്ങനെ കൂട്ടി നോക്കുന്ന രീതിയിലേക്ക് പോകരുത്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ചാണ്. ശരാശരി അല്ലെങ്കിൽ ആവറേജ്. അപ്പൊ നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എങ്ങനെയായിരിക്കും? കുറച്ച് സംഖ്യകൾ തരും, ആ സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറയുന്നുണ്ടാവുക. അതായത് ഇപ്പൊ കുറച്ച് കുട്ടികളുടെ ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ ഉയരം തന്നു കഴിഞ്ഞാൽ ആവറേജ് ഉയരം എത്ര എന്ന് ചോദിക്കും. പൊതുവെ നമ്മൾ ശരാശരി എന്നുള്ള ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്നാണ്. തുക ബൈ എണ്ണം. അപ്പൊ ശരാശരി കണ്ടുപിടിക്കുന്നത് ഇതിനെ നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് വേറെ എഴുതുകയാണെങ്കിൽ ശരാശരിക്ക് നമുക്ക് ആവറേജ് സമം തുക എന്ന് പറഞ്ഞാൽ സം ബൈ എണ്ണം എന്ന് പറയുന്നതിന്റെ നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ S/n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനകത്തുനിന്ന് നമുക്ക് 3 ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. A = S/n ആണ്. ഇനി S എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ടത് A × n എന്ന് എഴുതാം. ഇതിനെ നേരെ ഇങ്ങോട്ട് ഗുണിക്കുക. അതേപോലെ തന്നെ n എന്ന് പറഞ്ഞാൽ അത് വരുന്നത് n എന്ന് പറയുന്നത് n = S/a എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് ശരാശരി. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ S/n ആണ്. S എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം. അതുപോലെ തന്നെ സം എന്ന് പറഞ്ഞാൽ A × n ആണ്.
നമ്പർ എന്ന് പറഞ്ഞാൽ S/A ആണ്. അപ്പൊ ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യം നോക്കാം. 10, 20, 30, 40, 50 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പൊ നമ്മൾ ശരാശരി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ശരാശരി A സമം S/N, തുക ബൈ എണ്ണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? ഇതിന്റെ തുക കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇതെല്ലാം കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് തുക കിട്ടും. എങ്ങനെ? 10, 20, 30, 60, 100, 150 എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 150. ഇനി നമ്മൾ ചെയ്യേണ്ടത് 150ന് n എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണമാണ്. എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5 എണ്ണമാണുള്ളത്. അപ്പൊ 150/5 നമ്മൾ എങ്ങനെയാ ഹരിക്കേണ്ടത്? ഇവിടെ 5, 15ൽ എത്ര 5 ഉണ്ട് നോക്കാം. 15ല് 3 5 15. 3ഉം 0ഉം ചേർത്താൽ 30. അപ്പൊ ഇതിന്റെ ശരാശരി എത്ര? 30. ഇങ്ങനെയാണ് നമ്മൾ ശരാശരി കണ്ടുപിടിക്കേണ്ടത്. ശരാശരി കണ്ടുപിടിക്കുന്നത് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മത്സര പരീക്ഷകൾക്ക് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കുക. ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ചില ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അടുത്ത ചോദ്യം, 4 പേരുടെ ശരാശരി വയസ്സ് 15. അഞ്ചാമത് ഒരാൾ ചേർന്നാൽ ശരാശരി 16 ആകും. അഞ്ചാമത്തെ ആളുടെ പ്രായം എത്ര? അപ്പൊ ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 4 പേരുടെ ശരാശരി. അപ്പൊ 4 പേരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 15. അഞ്ചാമത് ഒരാൾ ചേരുമ്പോ ആകെ എണ്ണം 5 ആവുമല്ലോ. അപ്പൊ 5 പേരുടെ ശരാശരി എത്ര? 16. നമ്മൾ ചെയ്യേണ്ടത് ഈ 2 കേസിലും ഇതിന്റെ തുക കണ്ടുപിടിക്കണം. അതായത് ഇത് എണ്ണമാണ്, ഇത് ആവറേജ് ആണ്. 2 കാര്യത്തിലും നമ്മൾ കണ്ടുപിടിക്കുന്നത് തുകയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ തുക കണ്ടുപിടിക്കുമ്പോ തുക എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A/N. നേരത്തെ പറഞ്ഞു A/N. അപ്പൊ ഇവിടെ നമ്മള് 4ഉം 15ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അവിടെ തുക കിട്ടുമല്ലോ. അപ്പൊ അവിടെ തുക എത്രയാ? 60 ആണ്. രണ്ടാമത്തിൽ 5ഉം 16ഉം തമ്മിൽ ഗുണിച്ചാൽ തുക കിട്ടുമല്ലോ. 5ഉം 16ഉം എത്രയാ? 80. അപ്പൊ 2 തുകകൾ നമുക്ക് കിട്ടി. ഈ തുകകളുടെ വ്യത്യാസമായിരിക്കും അഞ്ചാമത്തെ ആളുടെ പ്രായം. അപ്പൊ ഇതിന്റെ വ്യത്യാസം എത്ര? 80ൽ നിന്ന് 60 കുറയ്ക്കുക. 80ൽ നിന്ന് 60 കുറച്ചാൽ എത്രയാണ്? 20. അപ്പൊ അഞ്ചാമത്തെ ആളുടെ വയസ്സ് എന്ന് പറയുന്നത് എത്രയായി? 20 ആണ് വയസ്സ് എന്ന് പറയുന്നത്. ABC എന്നീ സംഖ്യകളുടെ ശരാശരി 30. ഇതിൽ BC എന്നീ സംഖ്യകളുടെ ശരാശരി 32. അങ്ങനെയാണെങ്കിൽ A എത്ര? അപ്പൊ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ABC എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യ? 3 സംഖ്യകളുണ്ടല്ലോ ഇവിടെ. ABC എന്നീ സംഖ്യകളുടെ എന്ന് പറയുമ്പോൾ Aയും Bയും Cയും സംഖ്യകള് 3 എണ്ണമാണ്. അപ്പൊ 3 സംഖ്യകളുടെ ശരാശരി നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുന്നു. 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 30 ആണ്. ഇനി അടുത്തത് BC എന്നീ സംഖ്യകളുടെ ശരാശരി. BC എന്ന് പറഞ്ഞാൽ 2 സംഖ്യകളാണല്ലോ ഉള്ളത്. 2 സംഖ്യകളുടെ ശരാശരി എത്രയായിരുന്നു തന്നത്? 32 ആണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2 എണ്ണത്തിലും നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ഇത് നമ്പർ ആണ്, ഇത് ആവറേജ് ആണ്. നമ്മൾ ഇതിന്റെ 2 കേസിലും സമ്മ് കണ്ടുപിടിക്കുന്നു. 3x30 എന്ന് പറഞ്ഞാൽ 90. 2x32 എന്ന് പറഞ്ഞാൽ എത്രയാ? 64. ഇവിടെ ചെയ്യേണ്ട എന്താണ്? ഈ 2 എണ്ണത്തിന്റെ തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതായിരിക്കും ആ മൂന്നാമത്തെ സംഖ്യ, അല്ലെങ്കിൽ ഇവിടെ A എന്ന് പറയുന്ന സംഖ്യ അതായിരിക്കും. അപ്പൊ 2ന്റെ വ്യത്യാസം എത്രയാ? 90ൽ നിന്ന് നമ്മള് 64 കുറയ്ക്കണം. 10ൽ നിന്ന് 4 കുറച്ചാൽ ഇവിടെ വരുന്നത് 6. 8ൽ നിന്ന് 6 കുറയ്ക്കുന്നു 2. അപ്പോ 26 ആയിരിക്കും A എന്ന് പറയുന്ന സംഖ്യയുടെ വില എന്ന് പറയുന്നത്. അടുത്ത നമ്മള് നോക്കുന്നത് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി. അത് n തന്നെയായിരിക്കും. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n+1/2. അതായത് ഇപ്പൊ നമുക്ക് 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം എത്രയായിരിക്കും? 15 ആയിരിക്കും. ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 15ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 16. ഇനി 15 എണ്ണൽ സംഖ്യ, ആദ്യത്തെ 15 എണ്ണൽ സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ അതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? ശരാശരി ചോദിച്ചാല് 15+1/2 എന്ന് പറഞ്ഞാൽ 16/2 സമയം എത്ര കിട്ടും? 8. ഈ ഒരു ഐഡിയ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് 1 സെക്കൻഡിൽ തന്നെ ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. റീന, സീമ
ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. 6 വർഷങ്ങൾ കഴിയുമ്പോൾ റീനയുടെ വയസ്സ് 21 ആകും. എങ്കിൽ സീമയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് അംശബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അംശബന്ധം എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണ് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 3:4 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പറയാൻ പറ്റുന്നത് 3/4 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ റീനയുടെയും സീമയുടെയും വയസ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, റീനയുടെ വയസ്സും സീമയുടെ വയസ്സും തമ്മിലുള്ള അംശബന്ധമാണ് 3:4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ അതിനെഴുതുന്നത് 3:4 എന്ന് പറയുന്നത് ആരുടെ വയസ്സുകൾ തമ്മിലാണ്? റീനയുടെയും സീമയുടെയും വയസ്സ് തമ്മിലുള്ള അംശബന്ധമാണ് 3:4 എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അംശബന്ധം മാത്രമാണ് 3:4. ഇവിടെ അംശബന്ധമായിട്ട് ഇപ്പൊ രണ്ട് സംഖ്യകൾ നമ്മൾ എഴുതി, ഒരു 45ഉം 35ഉം, ഇങ്ങനെ രണ്ട് സംഖ്യകൾ എഴുതി. ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35:45 അല്ലെങ്കിൽ 45, ഈ സംഖ്യകൾ തന്നെ എഴുതുകയാണെങ്കിൽ 45:35 എന്നാണ് നമ്മൾ എഴുതുക. ഇവിടെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് സംഖ്യയ്ക്കും പൊതുവായിട്ട് ഒരു ഘടകമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ 45/35 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്കും തിരിച്ചും എഴുതാൻ പറ്റുമല്ലോ. 45:35 എന്ന് പറഞ്ഞാൽ 45/35. ഇതിനെ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? രണ്ടിലും എന്തുണ്ട്? 5 എന്ന് പറയുന്ന ഒരു പൊതു ഘടകമുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 45-ൽ 9 അഞ്ചുകളും 35-ൽ എത്ര ഉണ്ട്? 7 അഞ്ചുകളും ഉണ്ട്. അതായത് ഇത് 9:7 എന്ന് ആയിട്ട് മാറും. അതായത് അംശബന്ധമായിട്ട് നമ്മൾ എഴുതുമ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എഴുതുന്ന സമയത്ത് 45-ഉം 35-ഉം തമ്മിലുള്ള അംശബന്ധം എഴുതുമ്പോൾ 45:35 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 45/35 എന്നാണ് വരിക. ഇതില് ഭിന്നസംഖ്യ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അപ്പൊ രണ്ടിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 9/7 എന്ന് വരും. അതായത് 45-ല് 5 9 അല്ലെ, 5നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9 വരും. 9 അഞ്ചുകളുണ്ട്, ഇവിടെ 7 അഞ്ചുകളുണ്ട്. അപ്പൊ 9:7 എന്ന് വരും. അപ്പോൾ 9:7 ആണ് ശരിക്കും ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധമാണ്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതായിരുന്നു 5 എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നോക്കുമ്പോ റീനയുടെയും സീമയുടെയും വയസ്സ് തമ്മിലുള്ള അംശബന്ധമാണ് 3:4. എന്തോ ഒരു സംഖ്യ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ കട്ട് ചെയ്ത് കളഞ്ഞ സംഖ്യ ഏതാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ സംഖ്യയെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണ്. എക്സ് ആണ് കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മൾ എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ എന്തായിട്ട് മാറും? 3x:4x എന്നാവും. രണ്ടിൽ നിന്ന് നമ്മൾ എക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സംഖ്യ നമ്മൾ എക്സ്ട്രാ എടുത്തു. കട്ട് ചെയ്തത് നമുക്ക് അറിയില്ല. അപ്പൊ ആ സംഖ്യ നമ്മൾ എക്സ് എന്ന് എഴുതി. ഇത് 3x:4x ആണ് ആരുടെ? റീനയുടെയും സീമയുടെയും വയസ്സ് തമ്മിലുള്ള അംശബന്ധം. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? 6 വർഷം കഴിയുമ്പോ റീനയുടെ വയസ്സ് എത്രയാവുന്നുണ്ട്? 21 ആവും. 6 വർഷം കഴിയുമ്പോ റീനയുടെ വയസ്സ് 21 ആവും. അപ്പൊ ഇവിടെ റീനയുടെ വയസ്സ് ഇപ്പൊ എത്രയായിരുന്നു? ഇവിടെ 3x ആയിരുന്നു. നമ്മൾ എടുക്കേണ്ടത് 6 വർഷം കഴിയുമ്പോ എന്ത് വരും? 6 വർഷം കഴിയുമ്പോ റീനയുടെ വയസ്സ് 3x+6 ആവില്ലേ? 6 വർഷം കഴിയുമ്പോ 6 വയസ്സ് കൂടുമല്ലോ. അപ്പൊ ഇവിടെ 3x+6 ആവില്ലേ? ഈ 3x+6 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 3x+6 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് 21 എന്ന് നമുക്ക് തന്നിരിക്കുന്നു അല്ലെ? 3x+6 എന്ന് പറഞ്ഞാല് 21. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് 3x+6 = 21 ആണെങ്കിൽ നമ്മൾ ഇതൊരു ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാണ്. എങ്ങനെ എഴുതാം? 3x = 21 - 6 അല്ലേ? അപ്പൊ 3x = എത്ര? 21 6 കുറച്ചാൽ എത്രയാ? 15 ആണ്. x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അപ്പോ ഈ 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. 15/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? x എന്ന് പറയുന്ന 5 കിട്ടിയില്ലേ? അപ്പൊ x 5 കിട്ടി. അതായത് നമ്മൾ ആ കട്ട് ചെയ്ത് ഒഴിവാക്കിയ സംഖ്യ എത്രയാ? 5 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സീമയുടെ ഇപ്പോഴത്തെ വയസ്സ്. സീമയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരുന്നു? നമ്മൾ ഇവിടെ എഴുതി എത്ര? 4x അല്ലേ? സീമയുടെ ഇപ്പോഴത്തെ വയസ്സ് 4x ആണല്ലോ. അപ്പൊ സീമയുടെ വയസ്സ് നമുക്ക് എഴുതാൻ പറ്റും 4x. 4x എന്ന് പറഞ്ഞാൽ എത്ര? 4 × 5 സമയം എത്ര? 20. അപ്പൊ സീമയുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിച്ചു? 20 എന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇതുപോലുള്ള
അംശബന്ധം ഉപയോഗിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ആശയമായിരിക്കണം ഇവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 2:3:5 ആയാൽ ചെറിയ കോൺ എത്ര? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് നമുക്കൊരു ത്രികോണം ABC തന്നു, ABC. ഇതിന്റെ ഈ 3 കോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺ ഇവിടെ ഉണ്ട്, ഒരു കോൺ ഇവിടെയും, ഒരു കോൺ ഇവിടെ. ഈ 3 കോണുകൂടിയും കൂട്ടി എത്ര കിട്ടുന്ന പറഞ്ഞത്? 180 കിട്ടും. അപ്പൊ ആകെ ഉള്ള അളവ് എന്ന് പറയുന്നത് 180 ആണ്. ഇനി നമ്മളൊരു സംഖ്യയെ A:B:C എന്ന് പറയുന്ന ഒരു അംശബന്ധത്തിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ആ സംഖ്യയെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ A/A+B+C ആയിരിക്കും. അതായത് ആദ്യത്തെ ഭാഗം, ഫസ്റ്റ് പാർട്ട് ഇതായിരിക്കും. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എന്തായിരിക്കും? B/A+B+C. കണ്ടോ, രണ്ടാമത്തത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് C/A+B+C. ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഏറ്റവും ചെറിയ കോൺ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ചെറുത് ഏതാണ്? 2 ആണല്ലോ ഇവിടെ ചെറുത്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഏറ്റവും ചെറിയ കോൺ എന്ന് പറയുന്ന ആ ഭാഗം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ അത് 2/2+3+5 ആണല്ലോ. ഇത് അതിന്റെ ഭാഗമാണ്. അതായത് 2/10 ആണ് ഇതിന്റെ ഭാഗം എന്ന് പറയുന്നത്. 10ൽ 2 ഭാഗമായിരിക്കും ആദ്യത്തെ കോൺ എന്ന് പറയുന്നത്. ഇനി 10ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ ഏതിന്റെ 10ൽ 2 ഭാഗം? ആകെ കൂട്ടിയ എത്ര? 180 ആണ്. അപ്പോ ഇൻറ്റു 180. ഇതിൽ നമ്മൾ ഈ 0 ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളത് 2x18. 2x18 എത്ര? 36 ഡിഗ്രി ആയിരിക്കും ഇതിലെ ചെറിയ കോൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. A:B = 6:10, B:C = 8:12. അങ്ങനെയാണെങ്കിൽ A:B:C എത്ര? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മള് A:B എഴുതുന്നു. A:B എത്രയായിരുന്നു? അത് 6:10. 6:10. ഇനി അടുത്തത് നമ്മൾ എഴുതേണ്ടത് B:C. B:C എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 8:12. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഈ രീതിയിൽ നമ്മൾ എഴുതുന്നു. 6:10, 8:12. അതായത് രണ്ട് സ്ഥലത്തും ബി ഉണ്ടല്ലോ, ഈ ബിയും ബിയും അടുത്തടുത്തായിട്ട് വരുന്ന രീതിയിൽ എഴുതി. ഇവിടെ ബിയും ബി എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണല്ലോ വരിക. അത് രണ്ടും നേരെ നേരെയായി വരുന്ന രീതിയിൽ 6:10, 8:12. A:B, B:C. അതായത് ബി രണ്ടും നേരെ നേരെ വരുന്ന രീതിയിൽ നമ്മൾ എഴുതി. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഇങ്ങനെ ഗുണിക്കുന്നു, പിന്നെ ഇങ്ങനെ ഗുണിക്കുന്നു, പിന്നെ ഇങ്ങനെയും ഗുണിക്കുന്നു. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗുണിക്കുന്ന രീതി എങ്ങനെയാണ്? ആദ്യം 6ഉം 8ഉം, 8ഉം 10ഉം, 10ഉം 12ഉം. എങ്ങനെയാ ഗുണിക്കുന്നത്? ഗുണിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഈ രീതിയിലാണ് നമ്മൾ ഗുണിക്കുന്നത്. അതായത് എന്നല്ല, എന്നൊന്ന് തിരിച്ചെഴുതിയ പോലെ നമ്മൾ ഗുണിക്കുക, അല്ലെ? ഗുണിക്കുന്ന രീതി ഇങ്ങനെയാണ്. അതായത് ഈ രീതിയിൽ നമ്മൾ പോകണം. ഇങ്ങനെ ഗുണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്നല്ല, എൻ നമ്മൾ തിരിച്ചെഴുതിയ രീതിയിൽ, എൻ തിരിച്ചെഴുതിയ രീതിയിൽ നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ ഗുണിക്കുമ്പോ എന്തൊക്കെ വരിക? 6ഉം 8ഉം ഗുണിക്കുക. 6ഉം 8ഉം എത്ര? 48 ഈസ്റ്റു 8ഉം 10ഉം ഗുണിച്ചാൽ 80 ഈസ്റ്റു 10ഉം 12ഉം ഗുണിച്ചാൽ 120. അപ്പൊ A:B:C എന്ന് പറഞ്ഞാൽ 48:80:120 എന്നാണ്. ഇനി എന്താ നമ്മൾ ചെയ്യാം? ഇതിനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാലോ. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇതിൽ നോക്കുന്ന സമയത്ത് എല്ലാതും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ആദ്യം എന്തായാലും എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് പോകുന്നത് എങ്ങനെ? ഏറ്റവും ചെറുതാക്കുന്ന ഒരു രീതി. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇത് ചെറുതാക്കി എഴുതാമെന്നൊരു സംശയം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് കൂടി ഞാൻ പറയാം. 48, 80, 120 നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 48 എത്ര? 24. ഇവിടെ 40, ഇവിടെ 60. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാലോ. അപ്പോ 24 എത്രയാ? 12. ഇവിടെ 20, 30. വീണ്ടും എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് തന്നെ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 6, 10, ഇവിടെ 15.
ഇനി നമുക്ക് എത്രയുണ്ട് ചെയ്യാൻ പറ്റും? കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 2 കൊണ്ട് പറ്റില്ല. ഇനി 3 കൊണ്ട് ഇല്ല. 3 കൊണ്ട് ഒന്നിച്ച് ചെയ്യുമ്പോൾ 10നെ 3 കൊണ്ട് പറ്റില്ല. പിന്നെ 4, 5 ഇങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ ഏറ്റവും ചെറിയൊരു രൂപം എന്ന് പറയുന്നത് എത്ര? 6, 10, 15 എന്നാണല്ലോ കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഏറ്റവും ചെറിയ രൂപം 6:10:15. ഇങ്ങനെ ഒരു ആൻസർ നിങ്ങളുടെ ചോയ്സിൽ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 20% 30 ആയാൽ സംഖ്യ ഏത്? അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ശതമാനം എന്ന് പറഞ്ഞാൽ. ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശതം എന്ന് പറഞ്ഞാൽ 100, മാനം എന്ന് പറഞ്ഞാൽ അളവ്. ഇത് നിങ്ങൾ പഴയ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 20% എന്ന് പറഞ്ഞാൽ 20% സമം 20/100. അതായത് 100ൽ 20 എന്നുള്ളതാണ് 20%. അപ്പൊ ശതമാനം എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, 100ൽ 20. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു സംഖ്യയുടെ 20% 30 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 20% 30 ആണല്ലോ. അപ്പൊ നമ്മൾ നേരെ 30 എന്ന് എഴുതാം. അതിനുശേഷം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ശതമാനത്തിനെ നമ്മൾ നേരെ തിരിച്ചിവിടെ എഴുതുന്നു. ഗുണിക്കണം 100/20. ചെയ്ത കാര്യം ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ 20% എന്ന് എഴുതി. 20%ത്തിന്റെ ഭിന്നസംഖ്യാ രൂപം 100ൽ 20. അതിനുശേഷം നമ്മൾ എന്താണ്, 20% നമുക്ക് 30 ആണല്ലോ തന്നിരിക്കുന്നത്. ആ 30 എന്ന് എഴുതാം. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഭിന്നസംഖ്യാ രൂപത്തിനെ തിരിച്ചങ്ങോട്ട് എഴുതാം. അപ്പൊ എന്ത് വരും? 100/20. ഇനി നേരെ ഇത് കട്ട് ചെയ്യുന്നു. ഇവിടെ 0 ഇങ്ങനെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ 2ഉം 100ഉം നമ്മൾ കട്ട് ചെയ്താൽ എത്ര വരും? 50 എന്ന് വരും അല്ലെ? 3ഉം 50ഉം ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര വന്നു? 150. അപ്പോ 150 ആണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അരവിന്ദ് ഒരു മേശ 4200 രൂപയ്ക്ക് വാങ്ങി. 4410 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്ര? അപ്പൊ ഇവിടെ ശതമാനം കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇതിന്റെ ലാഭം എത്രയാണെന്ന് നോക്കുന്നു. ലാഭം എത്ര? മേശ വാങ്ങിയിരിക്കുന്നത് 4200 രൂപയ്ക്കാണല്ലോ. വിറ്റത് 4410 രൂപയ്ക്ക്. അതിന്റെ വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ലാഭം എന്ന് പറയാം. അതായത് ലാഭം എന്ന് പറഞ്ഞാൽ 4410ൽ നിന്ന് 4200 കുറയ്ക്കണമല്ലോ. അപ്പൊ എത്രയാണ് ലാഭം? 210 രൂപയാണ് ലാഭം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലാഭശതമാനമാണ്. അപ്പൊ ലാഭശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ ആദ്യം ലാഭം കണ്ടുപിടിച്ചു. ലാഭം എത്രയായിരുന്നു? ലാഭം എന്ന് പറഞ്ഞാൽ 210. എത്രയാണ് വാങ്ങിയ വില? 4200 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പൊ ലാഭം ബൈ വാങ്ങിയ വില 4200 എന്നായിരുന്നു, ഇൻറ്റു 100. നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ 4200ലുള്ള ഈ 2 പൂജ്യങ്ങളും 100ന്റെ 2 പൂജ്യങ്ങളും വെട്ടിക്കളയും. ബാക്കി നമ്മൾ ചെയ്യേണ്ടത് 210ൽ എത്ര 42 ഉണ്ട് എന്നാണ് നോക്കുന്നത്. 210നെ നമ്മൾ 42 കൊണ്ട് ഹരിക്കുന്നു. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 5 എന്നായിരിക്കും. അപ്പൊ 5% ഇതിന്റെ ലാഭശതമാനമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ ഒരു ജോലി 30 ദിവസം കൊണ്ടും വേറൊരാൾ ഇതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ രണ്ടുപേരും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉപയോഗിക്കും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ആൾ ഒരു ജോലി x ദിവസം കൊണ്ട് ചെയ്യും. രണ്ടാമത്തെ ആൾ ഇതേ ജോലി y ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നത് xy/x+y ദിവസം കൊണ്ടായിരിക്കും. ഒന്നാമത്തെ ആൾ ഒരു ജോലി ചെയ്യുന്നത് x ദിവസം കൊണ്ടാണ്. രണ്ടാമത്തെ ആൾ ചെയ്യുന്നത് y ദിവസം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ xy/x+y ദിവസങ്ങളായിരിക്കും. അപ്പൊ നമ്മളിവിടെ നോക്കാം. ആദ്യത്തെ ആൾ എത്ര ദിവസം കൊണ്ടാ? 30 ദിവസം. രണ്ടാമത്തെ ആൾ 20 ദിവസം. അപ്പൊ നമ്മൾ എഴുതുമ്പോ എക്സിന് പകരമാണ് ഈ 30 അല്ലെ? എക്സിന് പകരം നമുക്ക് 30 ആണ്. y എന്നുള്ളതിന് പകരം 20 ആണ്. അതേ കാര്യം ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? 30
ഇൻറ്റു 20 ബൈ 30 പ്ലസ് 20. ഇതാണ് വരിക. 30 ഇൻറ്റു 20 എത്രയാ? 600 ബൈ 30 പ്ലസ് 20 50. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0 വെട്ടിക്കളഞ്ഞു. ഇനി അടുത്തത് 60ൽ എത്ര 5 ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. 60ൽ എത്ര 5 ആണ്? 12 ദിവസം. അപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 12 ദിവസമാണ് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോ 2 പേരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതേപോലെ 3 പേര് വരികയാണെങ്കിൽ, ഈ ചോദ്യത്തിനകത്ത് 2 പേരേ ഉള്ളൂ, അതിന്റെ ഉത്തരമാണിത്. 3 പേര് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് കൂടി നമുക്കൊന്ന് പറയാം. ആദ്യത്തെ ആൾ X ദിവസം കൊണ്ടും, രണ്ടാമത്തെ ആൾ Y ദിവസം കൊണ്ടും, മൂന്നാമത്തെ ആൾ Z ദിവസം കൊണ്ടുമാണ് ഒരു ജോലി ചെയ്തു തീർക്കുന്നത് എങ്കിൽ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം എന്നുള്ളതിന് ആൻസർ വരുന്നത് XYZ ബൈ XY പ്ലസ് YZ പ്ലസ് XZ. ഇതായിരിക്കും നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഈ കാര്യം കൂടി ഓർത്തു വെക്കാം. ചില ചോദ്യങ്ങൾ അത്തരത്തിലും ചോദിക്കുന്നുണ്ടാവും. ഇതേപോലെ മത്സര പരീക്ഷകളിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്, ക്ലോക്കിലെ ഒരു സമയം തന്നതിന് ശേഷം ആ സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയായിരിക്കും? അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും. സെക്കൻഡ് സൂചി സാധാരണയായിട്ട് കണക്കാക്കാറില്ല. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പൊ നമുക്ക് ഒരു ക്ലോക്ക് തന്നെ നോക്കാം. നോക്കുന്ന സമയത്ത് ഇപ്പൊ ഈ സൂചികൾ തിരിയുന്ന രീതി നമുക്കിവിടെ നോക്കാനായിട്ട് പറ്റും. ഇപ്പൊ 4 മണി എന്ന് പറയുന്ന ഒരു സമയമാണെങ്കിൽ ഇവിടെ മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചി, ഇതിനിടയിൽ ഒരു കോണളവ് ഉണ്ടാവുന്നുണ്ട്. ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് തന്നെ മാറുന്ന സമയത്ത് ഇപ്പൊ 4:30 എന്നാവുമ്പോ ഇതിന്റെ കോണളവ് നേരെ മാറുന്നു. മാറിയിട്ട് എങ്ങനെ വരുന്നത്? ശരിക്കും സൂചി മണിക്കൂർ സൂചി 4ന്റെ 5ന്റെ ഇടയിലാവുന്നുണ്ട്, അടുത്ത 6ലാണ്. അപ്പൊ ഇവിടെ കോണളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം. ക്ലോക്കിൽ സമയം 9:15 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പൊ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. ഇക്വേഷൻ ഇങ്ങനെയാണ്: 11/2 m മൈനസ് 30h. ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ വരയിട്ട് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്ന ഉത്തരം? നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പോസിറ്റീവ് തന്നെ എടുക്കണം എന്നാണ്. നെഗറ്റീവ് സംഖ്യ പരിഗണിക്കരുത് എന്നാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞത്. ഇതിനെ കേവല വില എന്നാണ് പറയുന്നത്. അപ്പൊ കേവല വില 11/2 m മൈനസ് 30h. എന്താണ് ഇതിലെ ഈ m എന്ന് പറഞ്ഞാലും h എന്ന് പറഞ്ഞാലും? m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ്, h എന്ന് പറഞ്ഞാൽ അതിലെ മണിക്കൂറാണ്. അപ്പോ മിനിറ്റും മണിക്കൂറുമാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിൽ വില കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ നോക്കുക? 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ എത്രയാ? 15 മൈനസ് 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ എത്രയാ? 9. ചെയ്തു കഴിഞ്ഞാൽ 11/2 അതുപോലെ തന്നെ 15 ഇത് തമ്മിൽ ഗുണിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ 11ഉം 15ഉം തമ്മിൽ ഗുണിക്കണം അല്ലെ? 11ഉം 15ഉം ഗുണിക്കുമ്പോൾ എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? 10ഉം 15 ഗുണിച്ചാല് 150. അതിന്റെ കൂടെ ഒരു 15 കൂടിയും കൂട്ടിയാൽ പോരെ? 165 ഇത് വരിക. 165/2 കേവല വില നമ്മൾ എഴുതണം. മൈനസ് 30 ഇൻറ്റു 9 270. ഇനി 165ന്റെ പകുതി, 165ന്റെ പകുതി എത്ര വരിക? നമുക്ക് കിട്ടുന്നത് 165ന്റെ പകുതി. അപ്പൊ നമ്മൾ നേരെ പകുതി എഴുതുന്ന സമയത്ത് 165, 160ന്റെ പകുതി 80, 165ന്റെ പകുതി ആവുമ്പോ 5ന്റെ പകുതി 2.5. അപ്പൊ എത്ര കിട്ടും? 165/2 എന്ന് പറഞ്ഞാൽ 82.5 മൈനസ് 270. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? 270ൽ നിന്ന് 82.5 കുറയ്ക്കണം. 270 നിന്ന് 82 കുറയ്ക്കുമ്പോ നമ്മൾ എങ്ങനെ എത്രയായിരിക്കും വരുന്നത്? സാധാരണ പോലെ തന്നെ ഗുണിക്കാം അല്ലെ? സാധാരണ പോലെ തന്നെ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ 270 മൈനസ് എത്രയാണ് കുറയ്ക്കേണ്ടത്? 82.5. ഇവിടെ ഒരു 0 ചേർക്കുമല്ലോ. കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 10ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5. ഇനി ബാക്കി ഇവിടെ 9 ഉണ്ട്. 9 2 കുറച്ചാൽ നമുക്ക് 7. ഇവിടെ വരുന്നത് 6. 16 8 കുറച്ചാൽ 8. 187.5 എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് എത്രയാ? ഇത് കേവല വില, ഇതിന്റെ ചിഹ്നം വരുന്ന മൈനസ് ആയിരിക്കും. മൈനസ് 187.5 എന്ന് വരും.
ആ മൈനസ് ഒഴിവാക്കി കഴിഞ്ഞാൽ 187.5 ഡിഗ്രിയാണ് കോണളവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2012/2021 ഒന്നിന്റെ സ്ഥാനത്തെ അക്കം എത്ര? അതായത് 2012/2021 എന്ന് പറഞ്ഞാൽ എന്താണ്? 2012നെ 2021 പ്രാവശ്യം എഴുതി ഗുണിക്കണം. അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയുടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം എത്രയായിരിക്കും? അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ 2012 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം നോക്കുക. 2012ന്റെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 2 എന്നാണ് ഇവിടെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം നേരെ 2 എന്ന് എഴുതുന്നു. ഇനി 2 ഒരു പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 2 എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എത്ര? 2 എന്ന് തന്നെ കിട്ടുമല്ലോ. ഇനി 2 സ്ക്വയർ, 2ന്റെ സ്ക്വയർ കണ്ടു നോക്കുക. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2. 2ന്റെ സ്ക്വയർ എത്ര? 2 × 2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ ഏതാ? 4 എന്ന് കിട്ടും. ഇനി അടുത്തതാ 2 ക്യൂബ് അല്ലേ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × 2. 3 പ്രാവശ്യം എഴുതി ഗുണിക്കണം. 3 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ എന്ത് വരും? 2 × 2 4 × 2 8. അപ്പൊ ഇവിടെ 8 എന്ന് വരും. ഇനി അടുത്തത് 2⁴ നമ്മൾ കണ്ടു. 2⁴ എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × 2 × 2. എത്ര പ്രാവശ്യം എഴുതി? 4 പ്രാവശ്യം എഴുതി ഗുണിച്ചു. അപ്പൊ 2 × 2 4 × 2 8 × 2 16. ഈ 16ന്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എത്രയാണ്? 6. അപ്പൊ അടുത്ത ചാൻസ് ഏതാ? അതായത് 16 ഇത് വരിക. നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തൊക്കെ മാത്രമേ ആവശ്യമുള്ളൂ. ചോദ്യത്തിൽ അതാണല്ലോ, ഒറ്റയുടെ അല്ലെങ്കിൽ ഒന്നിന്റെ സ്ഥാനത്തൊക്കെയാണ്. അതുകൊണ്ട് ഈ 16ന്റെ 6 മാത്രം നമ്മൾ എഴുതി. ഇനി അടുത്തത് 2⁵5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 × 2 × 2 × 2 × 2 5 പ്രാവശ്യം എഴുതണ്ടേ? അപ്പൊ 5 പ്രാവശ്യം എഴുതുമ്പോ 2 × 2 4 × 2 8 × 2 16 × 2 32 എന്ന് വരും. 32ന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഒക്കെ എത്രയാണ്? 2 തന്നെയാണ്. അതായത് വീണ്ടും 2 സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അടുത്ത തന്നെ ആയിരിക്കും 2 4 8 6. വീണ്ടും ഇങ്ങനെ തന്നെ പോവാ. 2 4 8 6 അങ്ങനെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സംഖ്യ ഇതാണ് 2 4 8 6. ഇത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് ആദ്യം നമ്മൾ ചെയ്തത്. ഇത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒന്നുകൂടി ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം നേരെ 2 എഴുതി. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടതാ ഈ 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4, 4നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8, അതിനെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 16ന് 6 മാത്രം എഴുതിയാൽ മതി. വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോഴോ 12, അതിന്റെ 2 എഴുതാം. കണ്ടോ, കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ 2 4 8 6 ഇത് മാത്രമാണ് ഇവിടെ ചാൻസുകൾ വരുന്നത്. അതായത് ആകെ 4 ചാൻസ് ആണ് വരുന്നത്. 4 ചാൻസസ് ഏതൊക്കെയാണ്? 2 ആവാം, 4 ആവാം, 8 ആവാം, 6 ആവാം. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാവാനുള്ള ആകെ 4 ചാൻസ് ആണ് 2 4 8 6. ഇനി ഏതായിരിക്കും ഇതിൻ്റെത് എന്തായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന, അതായത് റേസ് ടു എത്രയാന്ന് നോക്ക്. ഇവിടെ എത്രയാണ് റേസ് ടു? എത്രയാ? 2021. നമ്മൾ നേരെ 2021 എന്ന് എഴുതും. അതിനുശേഷം ഈ 2021നെ നമ്മൾ ഹരിക്കാൻ പോവുകയാണ്. ഏതുകൊണ്ടാണ് ഹരിക്കുന്നത്? ഇവിടെ എത്ര ചാൻസ് ഉണ്ട്? എത്ര ചാൻസാ? 4 ചാൻസ്. ആ 4 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. 4 കൊണ്ട് ഹരിക്കുമ്പോ ആദ്യം എന്തൊക്കെ വരും? ആദ്യം 2ല് 4 ഇല്ല. അപ്പൊ 20ൽ എത്ര 4 ഉണ്ട് നോക്കും. 20ൽ എത്ര 4? 5. 5 × 4 20. ശിഷ്ടം 0 വരിക. അടുത്ത സംഖ്യ നമ്മൾ ഇറക്കി എഴുതും. അതിനകത്ത് 4 ഇല്ല, അപ്പൊ നമ്മൾ 0 ചേർക്കും. അടുത്ത സംഖ്യയോട് ഇറക്കി എഴുതും അല്ലെ? അടുത്ത സംഖ്യ ഇറക്കി എഴുതി എത്ര വന്നു? 1. 21ൽ എത്രയാ? 5. 5 × 4 20. ശിഷ്ടം എത്ര കിട്ടി? 1 കിട്ടി. ഇനി നമുക്കിവിടെ ആകെ ആവശ്യമുള്ളത് ശിഷ്ടം 1. ഈ 1 ആണല്ലോ കിട്ടിയത്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ശിഷ്ടം 1 ആണെങ്കിൽ 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാൻസ് ആയിരിക്കും ആൻസർ. ശിഷ്ടം ഇവിടെ 2 കിട്ടിയാലോ? രണ്ടാമത്തെ. ശിഷ്ടം 3 കിട്ടിയാൽ മൂന്നാമത്തത്. ശിഷ്ടം ഒരിക്കലും 4 കിട്ടില്ല, കാരണം 4 കൊണ്ടാണ് ഇരിക്കുന്നത്. ശിഷ്ടം എത്ര ആയിരിക്കും? പിന്നെ 0 ആണ് കിട്ടുക. 0 കിട്ടിയാലോ? നാലാമത്തെ ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ശിഷ്ടം എത്രയാണ്? 1 ആണ് ശിഷ്ടം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയാണ് വരിക? ഒന്നാമത്തെ ഓപ്ഷൻ. ഏതാ ഒന്നാമത്തെ ഓപ്ഷൻ? ഒന്നാമത്തെ ചാൻസ്. ഒന്നാമത്തെ ചാൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 2 ആയിരിക്കും. സാധാരണ PSC അല്ലെങ്കിൽ പലതരത്തിലുള്ള മത്സര പരീക്ഷകളിൽ ചോദിക്കാറുള്ള
ഗണിതശാസ്ത്രത്തിലെ ഏതാനും ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന LP സ്കൂൾ അധ്യാപക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 5, 6, 7 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിലായിരിക്കും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ഇനി വരുന്ന പരീക്ഷയിൽ ഉണ്ടാവും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 5, 6, 7 തുടങ്ങിയ പാഠഭാഗങ്ങൾ പ്രത്യേകിച്ചും, അതുപോലെ തന്നെ UP സ്കൂൾ പരീക്ഷയുടെ ആ ചോദ്യത്തിലായിരുന്നു, UP സ്കൂൾ അധ്യാപക പരീക്ഷയ്ക്കുള്ള ചോദ്യത്തിലായിരുന്നു 8, 9, 10 ചോദിച്ചത്. എങ്കിലും 8, 9, 10 ചോദ്യങ്ങളും ആ പാഠഭാഗങ്ങളും നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.